Hey guys, welcome back to my YouTube channel. Myself Nia. This is my vlog 2. സോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അറ്റംപ്റ്റ് 1 ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറയട്ടോ. സോ ഒരു മിഡ് നൈറ്റ് ടൈമിലാണ് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ടാട്ടോ പോകുന്നത്. എനിക്ക് തോന്നുന്നു മോർണിംഗ് ഒന്നുമല്ല 2 days മുമ്പേ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻ്റായിരുന്നു. സോ നല്ല എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ടായിരിക്കാം. സാധാരണ ഞാൻ കുറച്ച് ലോങ് ട്രിപ്പ് പോകുന്നതിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കലുണ്ട്. പക്ഷേ ഇത് മൂഞ്ചി പോയി ഗൈസ്. ഫ്ലൈറ്റ് മിസ്സായി. എയർപോർട്ടിലിരുന്ന് കരയുന്ന അവസ്ഥയാണ്. എൻ്റെ ചാടി ആക്രാന്തം കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആദ്യത്തെ ഫ്ലൈറ്റ് മിസ്സായി ഗൈസ്. മുത്തൂര് പറയണത് അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ല് കണ്ടാരോ പറയുമായിരുന്നു. കേട്ടിട്ടില്ല. ഇതുപോലെ നട്ടപ്പാതിര രാത്രി നമുക്ക് ഇറങ്ങി നടക്കാം. ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക്. എപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതൊക്കെ മുഞ്ചിട്ടുണ്ട്. ആഗ്രഹിക്കാൻ പേടിയെ തുടങ്ങി. എയർപോർട്ടിലിരുന്ന് കരഞ്ഞ് മൂഞ്ചി അവസ്ഥ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഊബർ ഡ്രൈവർ എൻ്റെ അടുത്ത് ആദ്യം ഒരു എമൗണ്ട് പറഞ്ഞേ. എന്നിട്ട് അയാൾ അത് എൻ്റെ അടുത്ത് കൂട്ടിപ്പറഞ്ഞ് എനിക്ക് മൊത്തത്തിൽ പൊളിഞ്ഞ് വരിക. അതുകൊണ്ട് എന്തെല്ലോ നുള്ളിപ്പൊറുക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ ഞാൻ ഓഫാക്കുന്നില്ല. സംഭവം നല്ല പേടിയുണ്ട് ഗൈസ്. അന്ന് അടുത്തത് തന്നെ ബാക്കൊക്കെ തിരിഞ്ഞ് മുന്നൊക്കെ തിരിഞ്ഞൊക്കെ പോകുന്നത്. പിന്നെ ഇയാളാണെങ്കിൽ എന്നെ വേറെ എവിടെയോ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ബാംഗ്ലൂരിലെ ചില സ്ഥലങ്ങളൊക്കെ ഒരു സ്ഥലം മാതിരി തോന്നും. സോ Day 1 Attempt 2. പിറ്റേന്ന് ഞാൻ വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും എൻ്റെ യാത്ര തുടങ്ങാനുള്ള പ്ലാൻ. ഈ പ്രാവശ്യം ഞാൻ 1 hour അവിടെ കിടന്ന് പോസ്റ്റായാലും കുഴപ്പമില്ല, മിസ്സാക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. പക്ഷെ നല്ല പോസ്റ്റായി പോയി ഗൈസ്. ബാക്കിൽ ആരുമില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ്. രണ്ടാമത്തെ എന്നാ പറഞ്ഞാൽ മതി. ഓൾമോസ്റ്റ് 1 hour എനിക്ക് വെയിറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ദാറ്റ്സ് ബെറ്റർ. സോ ഫുഡൊക്കെ കഴിച്ചു വന്ന് വീണ്ടും പോസ്റ്റായി. അപ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഞാൻ പിന്നെ ഇതിലങ്ങ് കയറിയിരുന്നു. ബാക്കിലെ ചേട്ടൻ നോർമലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബസ്സിൽ നിന്നാണ് കിട്ടല്. വന്ന് ഫ്ലൈറ്റിൽ പോയി. എനിവേ ദിസ് ഈസ് ശ്രീലങ്ക ഗൈസ്. ആദ്യം തന്നെ ഞാൻ അവിടെ എത്തി. കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തു. ഊബർ ആപ്പിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എയർപോർട്ടിൽ നിന്ന് കൊളംബോയിലോട്ട്. ശ്രീലങ്കൻ മണി ഒരു 2000 സംതിങ് ഞാൻ കൊടുത്തു. നമ്മളെ നാട്ടിലൊരു 500-600 ആ ഒരു എമൗണ്ട് ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ₹1 അവിടെ 3.45 സംതിങ് ആണ്. സോ മോർണിംഗിലെ ക്ലൈമറ്റ് ഇസ് ലൈക്ക് അയ്യോ എന്തിന് ഞാനിത് ചെയ്തു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുത്തി തന്നു ഗൈസ്. ആൻഡ് നൈറ്റ് ഇറ്റ് ഈസ് ഇറ്റ്സ് കൂൾ. ആൻഡ് അവിടെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. സത്യം പറയാലോ, സമാധാനമുള്ള നാടാണ്. ഞാൻ പിന്നെ പല പറഞ്ഞ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കത് ഇടാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാനതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. സോ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി കയ്യിൽ വെക്കുക. പാസ്പോർട്ട് സൈസിലൊരു ഫോട്ടോ, അതുപോലെ റിട്ടേൺ ടിക്കറ്റ് അത് കാണിക്കണം അവിടെ. ചിലപ്പോൾ അവിടുന്ന് ചോദിക്കും പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ. അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത ഞാൻ ലൈക്ക് ഓൺലൈനിലൊരു ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ ചിലപ്പം വെരിഫിക്കേഷൻ്റെ ടൈമിൽ അവർ പ്രൂഫ് ഓഫ് ഫണ്ട്സൊക്കെ ചോദിക്കും. ആ സമയത്ത് കയ്യിൽ നാട്ടിൽ നിന്നേ ഫണ്ട് മാറ്റി കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും ഗൈസ്. എന്നെ പോലെ അവിടെ എയർപോർട്ടിൽ പോയിട്ട് തണ്ടേണ്ട ആവശ്യം വരില്ല, നാട്ടിൽ നിന്ന് തന്നെ മാറ്റിയിട്ട് വരാം. സോ ഞാൻ ഹോട്ടലൊക്കെ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി മറീന ബീച്ച് കൊളംബോ. സോ ഗേൾസാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് നല്ല ഹോട്ടലാണ് ബുക്ക് ചെയ്യാം. നമ്മൾ ETA എടുക്കണം. ശ്രീലങ്കൻ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കെന്നെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല ട്രാവൽ ഏജൻസിനെ കോൺടാക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മൈഗ്രേറ്റ് ആയതിന് വേറെ സൈറ്റുണ്ടേ. സാധനങ്ങൾ വെച്ചിട്ടേ ഫുഡ് കഴിക്കാൻ വിശപ്പുകൊണ്ട് ഇറങ്ങിയതാണ്. ഞാൻ കേട്ടിട്ടുള്ളൂ. ബട്ട് പോകുന്നൊരു ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു കോട്ട് എടുത്ത് വെക്കാൻ നോക്കാം. തോന്നുന്നു ഇതായിരിക്കും. ഇന്ത്യൻ ചാട്ട് കോർണറോ നമുക്ക് ഇവിടെ അല്ലേ? ഇവിടെ ചാട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ തന്നെ തോന്നുന്നു. ഫൈനലി തപ്പിപ്പിടിച്ച് എനിക്ക് നെജ്മത്താൻ്റെ കിച്ചൺ കിട്ടി ഗൈസ്.
സോ ദിസ് ഈസ് നജ്മത്താസ് കിച്ചൺ. നല്ല വിശപ്പുള്ളതുകൊണ്ടും എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഫിലിം കണ്ട് തിന്നാലേ ഇറങ്ങുള്ളൂ. അതുകൊണ്ടും ഡേ 2 ഫുഡ് കഴിച്ച് ഡേ 1 എന്തായിപ്പോയി എന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. ഞാൻ ഉറങ്ങി കഴിച്ചു. 24 hours ഉറങ്ങാനുള്ള കഴിവ് എനിക്കന്നുണ്ടായി. എന്തോ പിറ്റേന്ന് രാവിലെയാണ്, പിറ്റേന്ന് ഉച്ചക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. എന്നിട്ട് പാടെ ഞാൻ അവിടെ നിന്നൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. എനിക്കവിടെ ആകെ ഇഷ്ടപ്പെട്ടത് അടുത്തൊരു കോഫിയാണ്. പുള്ളി ഓക്കെ. ഉച്ചക്കെഴുന്നേത്ത മന്ദപ്പൊക്കെ കൂടിയുണ്ട്. അപ്പോൾ ഒത്തിൻ്റെ കുടൽ വിശക്കണമെന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ലൈക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന്. ഗൈസ്, ഈ ഷോപ്പിലെല്ലാം ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് അത് ഇതൊക്കെ നമ്മൾ ലൈക്ക് ഗേൾസിന് പറ്റി കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കയറിയൊന്നുമില്ല, പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. മലയാളി ഫുഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് ഭയങ്കര സീ ഫുഡൊക്കെ ആണെന്ന് പറഞ്ഞു. അവരുടെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് ഇതാണ് ഫുഡ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. സീ മൈ എക്സ്പ്രഷൻ ആൻഡ് ഫീൽ ദ ടേസ്റ്റ് ഓഫ് ദറ്റ് ഫുഡ്. അമ്മമ്മ പണ്ട് പറയലുണ്ട്, ഫുഡ് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ മതി. കുടിക്കുന്ന വെള്ളത്തിന് എന്താ ടേസ്റ്റ് വേണ്ടേ, അതും മുഞ്ചി. ഫുഡ് കഴിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഞാൻ ഈ വീഡിയോ നോക്കുന്നുണ്ടോ എന്നുള്ള എൻ്റെ മാത്രം ഇൻസെക്യൂരിറ്റീസാണ് ഇപ്പോൾ നിങ്ങൾ അതിൽ കണ്ട്. ഞാൻ തിരിച്ച് റൂമിലോട്ട് പോയി. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു കോഫി വീണ്ടും ഉണ്ടാക്കി കുടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ എനിക്ക് വായ വെക്കാൻ കൊള്ളാവുന്ന എന്ന് തോന്നിയ ആ കോഫി മാത്രം. എൻ്റെ ക്ലൈമറ്റിലേക്ക് ഈവനിങ്ങിലെ ക്ലൈമറ്റും രാത്രിയിലെ ക്ലൈമറ്റും. എൻ്റെ റൂമിലെ ബാൽക്കണിയിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബീച്ചൊക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് റിയലി ഗുഡ്. ഈവനിങ് ടൈമിലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ആൻഡ് വെറുതെ ഞാൻ ബുർജ് ഖലീഫ കാണിക്കുന്ന മാതിരി ഏതോ ബിൽഡിങ് കാണിക്കുന്നു. ഒരു പണിയില്ലാത്തതുകൊണ്ടും അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു എഗ് ഫ്രൈഡ് റൈസ് അങ്ങാനായിരുന്നു. ഇറ്റ്സ് ഗുഡ്. വെൽ കമ്പയറിങ് ടു ഞാൻ നേരത്തെ കഴിച്ച ഫുഡിനെ അപേക്ഷിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ചമ്മന്തി കൂട്ടി കഴിക്കുന്നത്. എനിവേ, നൈറ്റ് ആയപ്പോഴത്തേക്കിനും എനിക്ക് ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ അങ്ങ് കയറിയെന്നല്ല, എനിക്ക് തന്നു. സോ ഐ തോട്ട് ലൈക്ക് പബ്ബിൽ പോവാമെന്ന്. പക്ഷെ ആരും അറിയാത്തത് കൊണ്ട് ഞാനവിടെ പോസ്റ്റായി ഗൈസ്. എനിക്ക് കൂട്ടിനവിടെ ഒരു അമ്മൂമ്മനെ കിട്ടി, ഉമ്മമ്മനെ കിട്ടി. സോ എൻ്റെ ഡിപ്രഷനൊക്കെ കളയാൻ പഠിച്ചൊന്നയച്ച അന്നത്തെ എൻ്റെ മാലാക്കം. പിന്നെ ഡേ 3 നൈറ്റ് ഞാൻ തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി ഗൈസ്. ഡേ 3 ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ബിക്കോസ് ഞാനിന്ന് തിരിച്ചു പോവുകയാണ്. എനിക്ക് ആഫ്റ്റർനൂൺ ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു. സോ അത് ചെയ്യാണ്ട് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും. അപ്പോൾ മോർണിംഗ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി രാവിലെ ഇറങ്ങി. ഞാൻ ഇതുവരെ കണ്ടതിൽ ഞാൻ പറയും മിനി ഹെവൻ, അങ്ങനെ തന്നെ പറയും. ബിക്കോസ് പോപ്പുലേഷൻ കുറവാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം. ആരും ആരുടെയും കാര്യങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കാര്യങ്ങൾ എന്തായാലും ആരും അന്വേഷിക്കാനൊന്നും വന്നില്ല. നമ്മൾ നാട്ടുകാരെ പോലെ യേശിനെ പരദോഷണതൊന്നും തീരെ വന്നിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഭയങ്കര പീസായിട്ട് അവനവൻ്റെ കാര്യം ചെയ്ത് ജീവിക്കുക. ഈ കണ്ട കാലത്തിൻ്റെ ഇടയ്ക്ക് ഇത്ര ഭംഗിയുള്ള കടൽ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഞാൻ ഫുഡ് കഴിച്ചു. എനിക്ക് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോവാണ്. സോ ചെന്നൈക്കായിരുന്നു ഫ്ലൈറ്റ്. സോ ശ്രീലങ്കൻ വഴി ഞാൻ ഇവിടെ പറഞ്ഞു ഗൈസ്. ചെന്നൈയിലെത്തി. ചെന്നൈയിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിലോട്ട് വീണ്ടും ബസ് കയറി. സോ ഞാൻ ഹൈലി സമാധാനം വേണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഈ നാട് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.